മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? വലിയ വൈരാഗ്യത്തോടുകൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ത് കാര്യത്തിനാണത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. രാവിലത്തെ ഷോസ് അതെ ഞാനാണ്. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും രൂപപ്പെടുത്തുന്ന അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. രാത്രി ഒരു പുള കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയതാ. ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അള്ളാനെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ ചങ്കിക്കുത്തുന്ന വർത്താനം പറയരുത്. പണി കഴിഞ്ഞപ്പോ ആ ശരി പടിക്ക് പുറത്തായല്ലേ. നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. ഇവനിത് ഓവറാക്കും. ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. ആ രീതിയിലായിരിക്കും ലാൽ സാറിന്റെ ഇൻട്രോ. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. പക്ഷെ അത് ടീമിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ, ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇവന് കപ്പാസിറ്റി ഇല്ലെന്നിട്ടാ വെറുതെ ബോധക്കേട് പറയണത്. തേവരിയായിട്ട് ഇവൻ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. സിനിമയുടെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഞ്ചോ തുഴഞ്ഞു പോവാൻ വാല്യൂ എന്ന് പറയുന്നത് ഫെറാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. ഒരു സൈക്കിളല്ലേ പോയത്, കണ്ടിട്ട് കൊതിയാവാ. എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന ഒരു ഫാമിലി, അതിന്റെ അയൽക്കത്ത് ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നിയാട്ടാ ടിക്കറ്റ് എടുക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേണമെന്ന് വയ്ക്കും. അങ്ങനെ ഒരുത്തൻ രക്ഷപ്പെട്ടു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്റെ പൗരധർമ്മമാണല്ലോ. അതന്നെ